നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛാ, വണ്ടി ഞാൻ കഴുകാച്ചാ? ഓ വേണ്ട, അതൊന്നും പറ്റത്തില്ല, ഞാൻ കഴുകാന്നേ. ഇന്നെന്താടാ പതിവില്ലാതെ അച്ഛനെ സഹായിക്കണമെന്നൊരു തോന്നല്? എന്നും അച്ഛനെ സഹായിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിൽ എന്ത് പണിയെടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് മനസ്സ് മടുത്തു പോകുന്ന. കല്യാണം കഴിയാതെ നിൽക്കുന്ന പെൺമക്കളുടെ കാര്യം എനിക്ക് സങ്കടം തന്നെയാണ്. പിന്നെ പ്രകാശിന്റെ കാര്യം. സ്വന്തം പണത്തിന്റെ കാര്യത്തിൽ അവൻ ദാരിദ്ര്യം പറയുന്നുണ്ടെങ്കിലും സാമ്പത്തികമായി അവൻ ഭേദപ്പെട്ട് തന്നെ നിൽക്കുന്നത്. എന്നാലും എങ്ങനെയെങ്കിലും അച്ഛന്റെ പണം പിടിച്ചു വാങ്ങി സമ്പാദ്യം വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യമാണ് അവനുള്ളത്. അത് ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ നിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. കുറുപ്പിന്റെ മകളെ തന്നിഷ്ടപ്രകാരം കൊണ്ടുവന്നതിലല്ല, കുറുപ്പ് നിന്നോട് കാണിക്കുന്ന അവഗണനയും പുച്ഛവും ഓർത്താ എനിക്ക് സങ്കടം. അത് അച്ഛാ, നീ ഒരു ന്യായവും പറയണ്ട. ആ വീട്ടിൽ ആദ്യമായി ഹരിതയെ ഒത്ത് നീ ചെന്നപ്പോ ഒരു മരുമകന്റെ യാതൊരു വിലയും നിനക്ക് തന്നില്ലല്ലോ. അവിടെ വന്ദനയുടെ വിവാഹം ക്ഷണിക്കാൻ ചെന്നപ്പോ എനിക്കും ചന്ദ്രയ്ക്കും ഉണ്ടായ അനുഭവം മറിച്ചൊന്നുമല്ല. നിന്റെ കയ്യിൽ പണമില്ല, നിനക്ക് യാതൊരുവിധ വരുമാനവുമില്ല. ഒരു ബിസിനസ് തുടങ്ങാനുള്ള പണം തരാൻ അച്ഛന് നിവൃത്തിയുമില്ല. ആഗ്രഹമില്ലായിട്ടല്ല, അച്ഛൻ കൂട്ടിയിട്ട് കൂടുന്നില്ല. അതാ മോനെ. അയ്യോ, അച്ഛൻ വിഷമിക്കരുത്. എന്റെ അവസ്ഥയൊക്കെ മെച്ചപ്പെടാനൊരു സാഹചര്യം ഒത്തുവരുന്നുണ്ട്. അച്ഛൻ നോക്കിക്കോ, അധികം വൈകാതെ ഞാൻ പച്ച പിടിക്കും. കേട്ടപ്പോ തന്നെ അച്ഛന് സന്തോഷമായി. കുറുപ്പിന്റെ ഒരേ ഒരു മോള ഹരിത, കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശി. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? നിന്നോടുള്ള അവഗണനയും വെറുപ്പും കാരണം ചില്ലിക്കാശ് പോലും അയാൾ ഹരിതയ്ക്ക് കൊടുക്കാൻ പോകുന്നില്ല. അങ്ങനെയും നിനക്ക് ഗതിയുണ്ടാവാൻ പോകുന്നില്ല. ഓ പിന്നെ അത് കുറുപ്പങ്ങ് നിയമസഭയെ പറഞ്ഞാ മതി. സംഭവം ഹരിതയ്ക്കും ഒരു ഭർത്താവെന്ന നിലയിൽ എന്നെ വലിയ വിലയില്ലെങ്കിലും സ്വത്തിന്റെ കാര്യം വരുമ്പോ അവള് പുലിയല്ല, ഉപ്പുലിയാച്ച. ശകുനിക്കുറുപ്പിനെ വരച്ച വരയിൽ നിർത്തി അവൾ അവകാശം നേടിയിരിക്കും. അതുകൊണ്ട് അത് വിട്. ശരി ശരി. ചായ. അച്ഛാ, ഇന്ന് ഇടിവെട്ടോടെ മഴ പെയ്യൂന്നാ തോന്നുന്നേ. ഏട്ടത്തി, ഞാനും അച്ഛനും കൂടി വളരെ ഗൗരവമുള്ള ഒരു കാര്യം സംസാരിക്കുക. അതിനിടയ്ക്കറി തോണ്ടാൻ വരല്ലേ? അയ്യോ ഇല്ലേ. ഹോസ് പിടിക്കാത്തവൻ ഹോസ് പിടിച്ചപ്പോ അത് ഓസിന് എന്തോ നേടാനുള്ള ഏർപ്പാടാണെന്ന് തോന്നി. അതുകൊണ്ട് പറഞ്ഞതാ. അച്ഛാ, എനിക്ക് ഗൗരവമുള്ള ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. എനിക്ക് സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങിയേ പറ്റൂ. അതിന് പണം തരാനില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. പണം വേറെ ഉണ്ടോ? ഇപ്പോഴില്ല, പക്ഷേ കിട്ടാനൊരു വഴിയുണ്ട്. അല്ല, ആ വിക്രം വർഷയെ കല്യാണം കഴിക്കുമ്പോ 1 അല്ല 9 സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാനുള്ള പണം അയാൾ എനിക്ക് തന്നിരിക്കും. അച്ഛൻ മരുമകനോടൊന്ന് ശുപാർശ ചെയ്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ വിക്രമിനെ മനോജ് തന്നെ അങ്ങ് കല്യാണം കഴിച്ചാ മതി. ഹരിതയെ വിട്ടേക്ക്. പിന്നെ മറ്റൊരാളുടെ റെക്കമെൻഡേഷൻ വേണ്ടല്ലോ. ഏട്ടതി, എന്റെ വായിനൊന്നും കേൾപ്പിക്കല്ലേ. ചൂടാവല്ലേ മനോജ്. വർഷ വിക്രമിനെ കല്യാണം കഴിക്കുന്നെങ്കിൽ അത് വർഷയുടെ നല്ല ഭാവിക്ക് വേണ്ടിയായിരിക്കണം. അല്ലാതെ വർഷയെ മുന്നിൽ നിർത്തി മനോജ് രക്ഷപ്പെടാൻ നോക്കുന്നത് മോശം. അത് മീശ വെച്ചവർക്ക് ചേർന്നതല്ല. എടുത്ത് വെറുതെ നിൽക്കല്ലേ. കഴിക്കോട്ടോ. ഇങ്ങോട്ട് നമ്മളെ ആലോചന വന്നതേ ഉള്ളൂ. അതിനു മുമ്പ് മനോജും പ്രകാശും ഒരു മുഴ മുമ്പേ നീട്ടിയെറിയാൻ തുടങ്ങി. ഇനി അഥവാ കല്യാണം കൂടി നടന്നു കഴിഞ്ഞാൽ കഥ മാറുമല്ലോ. പോയി അവളോട് സംസാരിക്കളിയാ.
വേണ്ടടാ. കോളേജ് പിള്ളേരൊക്കെ നോക്കി നിൽക്കുമ്പോ പരസ്യമായിട്ടുള്ള പ്രണയം എന്റെ സ്റ്റാറ്റസിന് ചേർന്നല്ല. ആ, ഒന്നുമല്ലേലും ഒരു പുതിയ തലമുറയ്ക്ക് മാതൃകയാണ്ട യുവ നേതാവല്ലേ ഞാൻ. ഓ പിന്നെ പ്രേമത്തിനുണ്ടോ കണ്ണു മൂക്കും നാക്കും ഒക്കെ? സമയം കളയാതെ നീ ചെന്ന് റൊമാൻസിന് തിരികൊളുത്തയ്യാ. അല്ല, ബസ് വരാറായോ? അല്ല, ഈ ബസ് വരാറായോ ഒന്ന്? വണ്ടി വരാറായി. താങ്ക് യു. ഞാനാ പറഞ്ഞത്. ഓ, താങ്ക്സ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.